ഹലോ! എന്നെ നിങ്ങൾക്ക് അധികം ആൾക്കാർക്കും അറിയാൻ വഴിയില്ല. കാരണം എനിക്കൊരു 300 സംതിങ് സബ്സ്ക്രൈബേഴ്സ് മാത്രമുള്ള ഒരു യൂട്യൂബ് ചാനലിൻ്റെ ഉടമയാണ് ഞാൻ. ഞാൻ എൻ്റെ കുറച്ച് എക്സ്പീരിയൻസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വന്നതാ. ഇതുപോലെ കുറച്ച് അനുഭവങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവും. പ്രത്യേകിച്ച് ഇങ്ങനെ യൂട്യൂബൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് ഉണ്ടാവുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ ഫസ്റ്റ് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷമാണോ? ഓക്കെ. കഴിഞ്ഞ വർഷം ഞാനൊരു ജാനുവരിയൊക്കെ ആവുമ്പോഴത്തേക്കും ഞാൻ ഫസ്റ്റ് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഞാൻ ദുബായിലായിരുന്നു. എനിക്ക് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യണം, കുറേ വീഡിയോസൊക്കെ ഇടണം, കുറേ സബ്സ്ക്രൈബേഴ്സൊക്കെ ഉണ്ടാവണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമാണ്. എല്ലാവർക്കും ഇങ്ങനെ തന്നെയായിരിക്കും. അങ്ങനെ ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ ചേർന്ന് കുറേ കോമഡി വീഡിയോസൊക്കെ ആദ്യം ഇട്ടു. വലിയ വ്യൂവേഴ്സൊന്നും ഇല്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ പ്രഗ്നൻ്റ് ആയി. പ്രഗ്നൻ്റ് ആയപ്പോൾ ഞാൻ നാട്ടിൽ വന്നു. നാട്ടിൽ വന്ന് പിന്നെ ആദ്യത്തെ കുറേ മാസങ്ങൾ അറിയാമല്ലോ, ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ എൻ്റെ വീട്ടിൽ വന്നപ്പോഴത്തേക്കും ഞാനും എൻ്റെ അമ്മയും കൂടെ വിചാരിച്ചു കുറച്ച് കുക്കിംഗ് വീഡിയോസൊക്കെ ഇടാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ കുറേ കുക്കിംഗ് വീഡിയോസൊക്കെ ഇട്ടു. അത്യാവശ്യം കുറച്ച് വ്യൂവേഴ്സൊക്കെ ആയി വന്നപ്പോഴത്തേക്കും എൻ്റെ ഡെലിവറി ടൈമായി. പിന്നെ എനിക്കൊരു 3-4 മാസത്തേക്ക് അങ്ങനെ വീഡിയോസ് ഒന്നും ഇടാനേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴത്തേക്കും എൻ്റെ ഉള്ള വ്യൂവേഴ്സും കൂടെ പോയി. പിന്നെ ഞാൻ വീണ്ടും കുക്കിംഗ് വീഡിയോസൊക്കെ ഇട്ടു. ലഞ്ച് ബോക്സ് വീഡിയോസ് ഇട്ടു. എൻ്റെ ലഞ്ച് ബോക്സ് വീഡിയോസിന് കുറച്ചധികം വ്യൂവേഴ്സ് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് എനിക്ക് 300 സംതിങ് സബ്സ്ക്രൈബേഴ്സ് ആയത്. പിന്നെ കുക്കിംഗ് വീഡിയോസ് ഇട്ടപ്പോഴത്തേക്കും അതൊന്നും അങ്ങോട്ട് വ്യൂവേഴ്സൊന്നും അധികം കയറുന്നില്ലായിരുന്നു. പിന്നെ എൻ്റെ അച്ഛൻ നല്ലപോലെ സ്റ്റിച്ച് ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഞാൻ അവിടുത്തെ വീഡിയോസൊക്കെ ഇട്ടു. അതിനും കുറച്ച് വ്യൂവേഴ്സ് ഉണ്ടായിരുന്നു. പിന്നെ വ്യൂവേഴ്സൊക്കെ കുറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, ഇങ്ങനെയൊന്നും ചെയ്താൽ കിട്ടത്തില്ല. നമ്മൾ എല്ലാവരും ഇങ്ങനെ ഫേസൊക്കെ കാണിച്ച് അങ്ങനെയൊക്കെയല്ലേ വീഡിയോസ് ചെയ്യുന്നത്. പക്ഷേ എനിക്കങ്ങനെ വരാൻ ഭയങ്കര നാണക്കേടായിരുന്നു. കാരണം ഞാൻ മുന്നേ നല്ല മെലിഞ്ഞിട്ട ഒരാളായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ നല്ലപോലെ തടി വെച്ചു. പിന്നെ ഞാൻ പ്രഗ്നൻ്റ് ആയപ്പോൾ പിന്നെ ഭയങ്കരമായിട്ട് തടി വെച്ചിട്ടുണ്ടായിരുന്നു. ഡെലിവറി കഴിഞ്ഞപ്പോൾ അതിനെക്കാട്ടി തടി വെച്ചു. അങ്ങനെ ഞാനൊരു 75 കിലോ വരെ വെയിറ്റ് ഉണ്ടായിരുന്നു. കല്യാണം കഴിയുമ്പോഴും ഞാൻ 48 കിലോ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാനൊരു 75 കിലോ അത്രയും വണ്ണം വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ ഡെലിവറി കഴിഞ്ഞപ്പോൾ ഞാനൊരു 71 കിലോ അത്രയും കുറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഒരു കഠിന ശ്രമമായിരുന്നു. കാരണം എനിക്ക് എൻ്റെ ഫേസൊക്കെ കാണിച്ച് വീഡിയോസ് ഇടണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ എൻ്റെ മുടി ഇങ്ങനത്തെ മുടിയല്ലേ, ഞാൻ ഭയങ്കര വണ്ണമല്ലേ, ഞാൻ വീഡിയോ ചെയ്താൽ ആർക്കും ഇഷ്ടപ്പെടത്തില്ലായിരിക്കും, ഞാൻ ഭംഗിയില്ല, അങ്ങനെയൊക്കെ ഒരുപാട് ചിന്തകളായി എനിക്ക്. ഈ വണ്ണം വെച്ചിരിക്കുന്നവരുടെ പൊതുവേ ഉള്ള ഒരു ധാരണയാണിത്. പൊതുവെ മിക്കവർക്കും ഇങ്ങനൊരു ധാരണ കാണും. പിന്നെ അങ്ങനെയാണ് വീഡിയോസൊന്നും എനിക്ക് ഫേസൊക്കെ കാണിച്ച് വീഡിയോസൊക്കെ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ എനിക്ക് കാണാൻ ഒരു കോലമില്ല. ഞാൻ വണ്ണമല്ലേ, ആൾക്കാർക്കൊക്കെ അത് ഇഷ്ടമാവുമോ? വണ്ണമുള്ളവരൊക്കെ വീഡിയോസ് ഇടുന്നുണ്ട്, ഇല്ലെന്നല്ല. പക്ഷേ എനിക്ക് ഭയങ്കര ഒരു എന്തോ പോലെയായിരുന്നു, ഒരു കംഫർട്ടല്ലായിരുന്നു ഞാൻ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ കഷ്ടപ്പെട്ട് 71 കിലോയിൽ നിന്ന് ഇപ്പം ഞാൻ 66 കിലോ വരെ കുറച്ചിട്ടാണ് ഞാനിപ്പോൾ വീഡിയോ ചെയ്യുന്നത്. ഇനിയും എനിക്ക് വണ്ണം കുറയ്ക്കണം എന്നാണ് ആഗ്രഹം. ഞാൻ എങ്ങനെയാണ് എൻ്റെ വെയിറ്റ് കുറച്ചതെന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ അങ്ങനൊരു വീഡിയോസൊക്കെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്നെപ്പോലെ ഇങ്ങനെ വണ്ണം വെച്ചിട്ടൊക്കെ വീഡിയോസ് ഇടാൻ മടിയുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഞാൻ എങ്ങനെയാണ് വണ്ണം കുറയ്ക്കുന്നത് എന്നുള്ളതിന് കുറേ ടിപ്സൊക്കെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. ഇനി എൻ്റെ ഒരു ഞാൻ വണ്ണം കുറയ്ക്കണം എന്ന് വിചാരിക്കുന്നത് ഈ 71 കിലോയിൽ നിന്ന് ഒരു 55 കിലോ എങ്കിലും അത്രയും കുറയ്ക്കണം എന്ന് ആഗ്രഹം. ഇനിയും ഞാൻ 66 കിലോ എത്തിയിട്ടുള്ളൂ. ഇനിയും ഒരു 11 കിലോ കൂടെ എനിക്ക് കുറയ്ക്കണം. കാരണം എനിക്ക് വണ്ണം വെച്ചപ്പോഴത്തേക്കും എനിക്ക് നല്ല ബാക്ക് പെയിൻ ഉണ്ട്. പണ്ടത്തെ പോലെ ഓടിച്ചാടി നടക്കാനൊന്നും പറ്റുന്നില്ല, എഴുന്നേൽക്കാൻ പറ്റുന്നില്ല. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോഴും ഞാനത് അനുഭവിക്കുന്നുണ്ട്. എന്നാലും ഞാൻ വണ്ണം കുറയുന്നോറും എനിക്കത് കുറഞ്ഞ് വരുന്നുണ്ട്. എൻ്റെ ഈ ബാക്ക് പെയിനൊക്കെ എനിക്ക് ഈ വണ്ണം വെച്ചുകൊണ്ട്, കാരണം എൻ്റെ കാലിന് എൻ്റെ വണ്ണം താങ്ങാൻ പറ്റാത്തതുകൊണ്ടാണ് എനിക്ക് ഇത്രയും ബാക്ക് പെയിൻ ഉള്ളതെന്നാണ് എല്ലാവരും പറയുന്നത്. അതും കൂടെ ആയിട്ടാണ് ഞാൻ പ്രത്യേകിച്ച് വണ്ണം കുറയ്ക്കാമെന്ന് വിചാരിച്ചത്. കാരണം കുഞ്ഞിനെയൊക്കെ കുറച്ച് ടൈമൊക്കെ എടുത്തുകൊണ്ട് നടക്കുമ്പോഴത്തേക്കും എനിക്ക് നല്ല ബാക്ക് പെയിൻ ഉണ്ട്. അവളുടെ കൂടെ എനിക്ക് ഓടാൻ പറ്റുന്നില്ല. പെട്ടെന്ന് കുറച്ച് ദൂരം ഓടുമ്പം തന്നെ നല്ലപോലെ കിതയ്ക്കുന്നുണ്ട്. അങ്ങനെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പം ഞാൻ വണ്ണം കുറച്ച് വരുംതോറും എനിക്ക് നല്ല ഒരു ചേഞ്ച് എൻ്റെ ബോഡിയിൽ ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെയൊക്കെ അനുഭവം ഉണ്ടെങ്കിൽ ഞാനുമായിട്ട് ഷെയർ ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നമ്മളുമായിട്ട് ഷെയർ ചെയ്യുക. അപ്പം ഇനി ഞാൻ വെയിറ്റ് എങ്ങനെ കുറച്ച എന്നുള്ള വീഡിയോസ് നിങ്ങളുടെ ഇഷ്ടപ്രകാരം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഞാനതൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. അങ്ങനെയെങ്കിൽ എൻ്റെ യൂട്യൂബ് ഒന്ന് സബ്സ്ക്രൈബേഴ്സൊക്കെ കൂടട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ.